ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരിക്കും എൻ്റെ ഇത് ഗാലറിയിൽ കുറേ വീഡിയോസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ഓരോ ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നിങ്ങൾക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എൻ്റെ പുതിയ ഒരു റുട്ടീൻ എന്ന് പറയാം. എക്സസൈസും കുറച്ച് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അല്പമാണെങ്കിലും നമുക്ക് കുറച്ച് വെയിറ്റ് ഗെയിൻ വരുമ്പോഴത്തേക്കും പിന്നെ അത് നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ അതങ്ങനെ സ്റ്റബണായിട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും. സോ ശരത്തിൻ്റെ അഡ്വൈസ് വെച്ചിട്ട് ഞാനിപ്പോൾ മോർണിംഗ് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് പോകുന്നു. അത് തരുന്ന ഒരു പോസിറ്റീവ് ഒരു വൈബ് എന്ന് പറയുന്നത് ഡേ ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അതും ഇവിടുത്തെ ചൂടൊക്കെ കാരണം മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് വരും, എക്സ്ട്രീമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് പോകെ എനിക്ക് ആ ഒരു മൈഗ്രെയിനിൽ നിന്നും ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല സുഖമാണ്. രാവിലെ അവിടെ പോയി മേളിൽ ഞാൻ ടെറസിലാണ് ചെയ്യുന്നത്. ഞാനും കാണും, ശരത്തും കാണും. സോ അവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയും നന്നായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് ഫസ്റ്റ് ചായ അല്ല കേട്ടോ കുടിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ കുടിക്കുന്നത് വെള്ളം തന്നെയാണ്. അതിനുശേഷം പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇത് ഞാൻ അന്നുണ്ടാക്കിയ അടമാങ്ങ ഒന്ന് ലൂസാക്കിയതാട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുത്തു. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മീൻ ചട്ടിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് മീൻ കഴിക്കാനുള്ളൊരു ഒരു ത്വര ഉണ്ടാവുമല്ലോ. പക്ഷേ മീൻ ചട്ടിയിൽ മീനല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. മീൻകറി പുളിയിട്ടതുപോലെ തന്നെ നമുക്ക് വാഴയ്ക്ക പുളിയിട്ടത് ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ മണമൊക്കെ വന്നിട്ട് ഓൾമോസ്റ്റ് ആ ഒരു പുളിമുളകിൻ്റെ അതേ മണമാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് നമ്മുടെ മീൻകറിയിലൊക്കെ നമ്മൾ എന്തോരം മസാല ചേർക്കുന്നത്, അല്ലെങ്കിൽ എന്തോരം നമുക്ക് മീനിൻ്റെയും കാട്ടി ഫ്ലേവർ കിട്ടുന്ന അതിനകത്തിടുന്ന മസാലയുടെ തന്നെയാണ് ആ ഒരു പുളിയുടെയും മുളകിൻ്റെയൊക്കെ ആ ഒരു വാസനയല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് കടുകും ഉലുവയിടുക, അത് പൊട്ടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മുളക് പൊടി മാത്രം ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുക, അല്പം കറിവേപ്പില ചേർക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുകയെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ. വട്ടത്തി ചെറുതായിട്ട് അരിഞ്ഞ് കടുക് താളിക്കുന്ന പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കടുക് വറ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. എൻ്റെ സൗണ്ട് കുറച്ച് ഇതായിട്ടുണ്ടല്ലേ, എണീറ്റതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഫിഷിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാഴയ്ക്ക എടുത്തിട്ട് ഒരുപാട് വലുതും ചെറുതും അല്ലാത്ത രീതിയിലൊന്ന് കണ്ടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ അവിയലിനൊക്കെ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വലുതായിട്ട്, അല്ലെങ്കിൽ കലങ്ങിപ്പോവും. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് ഒഴിക്കുന്നത് പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. കുടംപുളി. പക്ഷേ എൻ്റെ കുടംപുളിക്ക് ഭയങ്കര എരിവായിരുന്നു. എൻ്റെ പൊന്നു, രാവിലെ വായിൽ ഒന്നുമേ വരുന്നില്ല. കുടംപുളിക്ക് ഭയങ്കര പുളിയായിരുന്നു. അപ്പോൾ അത്രയും വേണ്ട, നിങ്ങൾ പുളി അനുസരിച്ച് പുളി ചേർക്കുക കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് വാഴയ്ക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് അതങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് നേരത്തെ കാണിച്ചല്ലോ, പുട്ടാണ് രാവിലത്തേക്ക്. അതിനായിട്ട് പയർ കറി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ സാധാരണ പയർ തോരനല്ലേ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പയർ കടുക് താളിച്ച് അങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എടുക്കുക. പക്ഷേ ഇവിടെ കറിയായിട്ടാണ്. അതൊരു പുട്ടൊന്ന് നന്നായിട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു ഫീൽഡും കൂടെ ആയിരിക്കാം. കറിയായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഞാൻ ഇന്നുണ്ടാക്കുന്ന കറിയാണ്. അതിനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കുക, അതിനകത്തേക്ക് വെളുത്തുള്ളി ആദ്യം ചേർക്കുക, കടുക് ചേർക്കുക, അതിനുശേഷം വെളുത്തുള്ളി ചേർക്കുക, അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ഇതെല്ലാം തന്നെ ചതച്ച് ചേർത്താൽ വേറെ അടിപൊളി എക്സ്ട്രീം നല്ല വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്തേക്ക് വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. ഇത്ര ആകുമ്പോഴത്തേക്കും നമ്മുടെ കടുക് താളിക്കാനുള്ള എല്ലാ പരിപാടിയും റെഡിയാവും. അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിനുള്ള പരിപ്പ് പച്ചപ്പയറെടുത്ത് വേവിച്ച് ഉപ്പ് ഇട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. ആ സമയത്തേക്ക് നമ്മുടെ കടുക് താളിച്ചതെല്ലാം നല്ല ഭംഗിയല്ല, എന്ത് ഭംഗിയുള്ളൊരു സംഭവം ഈ കടുക് താളിക്കുന്നത്. ചുമപ്പും നിറം എല്ലാം കൂടെ ചേർത്ത് എന്നിട്ടുണ്ടോ. ഇപ്പം നിങ്ങൾ കഴിക്കുക വെള്ളത്തിലോട്ട് ചേർത്തുന്നു. അതേ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മീനില്ലാത്ത മീൻകറി ഈ ഒരു വിധത്തിലാവും കേട്ടോ. ഒന്ന് നന്നായിട്ട് വെന്ത്, അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇതിട്ട് ഇളക്കിയാൽ ഭയങ്കരമായിട്ടത് പൊടിഞ്ഞു പോകും. അപ്പോൾ പൊടിയാണ്ടിരിക്കാൻ നോക്കുക. നല്ല വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കുക. പിന്നെ കുറുകുറ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഏത് വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ.
തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിൽ കുറച്ച് അലിയാൻ ബാക്കിയുണ്ടായിരുന്നു. കുഴപ്പമില്ല, അതൊക്കെ അതിൽ കിടന്നങ്ങ് അലിഞ്ഞോളും. അപ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് നമ്മുടെ ആവശ്യത്തിനൊന്ന് കുറുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. തേങ്ങാപ്പാലിൽ കോൺഫ്ലവർ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഏത് കറിയിൽ ഇപ്പോൾ തേങ്ങാപ്പാലിട്ടാലും അത് ശരിക്കും ഇങ്ങനെ കുറുകി വരും, ഭയങ്കരമായിട്ട് കുറുക്കും. നമ്മൾ സാധാരണ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പാലിനെയും കാട്ടി കുറുകി വരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ. അവസാനമായിട്ട് മീൻകറിക്ക് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീനിടാത്ത മീൻകറി, വാഴയ്ക്കക്കറി റെഡി ആയിട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, സായിക്കുട്ടൻ്റെ സ്കൂളിൽ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ സ്പെഷ്യലായിട്ട് അവരൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്കൊരു 3 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ, മോനും 3 വയസ്സ്, കുഞ്ഞു പിള്ളേരല്ലേ, പ്രീ KG. അപ്പോൾ അവർക്ക് നമ്മുടെ ഹെൽപ്പ് വേണം. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ അവന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ കുറച്ച് നാൾ സ്കൂളിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത്, സ്പോഞ്ച് പെയിൻറ്റിങ് അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് പെയിൻറ്റിങ്, അതൊക്കെ. അപ്പോൾ അത് തന്നെ മോനെ കൊണ്ടും ചെയ്യിപ്പിച്ചു. വെണ്ടയ്ക്കായിരുന്നു നോക്കിയത്, വെണ്ടയ്ക്ക ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ കോവയ്ക്ക് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് എന്താ പറയുക, അവൻ്റെ ഒരു സിഗ്നേച്ചർ, അവൻ തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് പറയാമല്ലോ. അവൻ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്തത്. പിന്നെ ഇത് ലാസ്റ്റ് സമയമൊക്കെ എത്തിയപ്പോഴത്തേക്കും പുള്ളിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അവസാനം അവൻ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. കാരണം ഇതൊന്നും വരയ്ക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേയൊക്കെ അവൻ തന്നെ ചെയ്തു കേട്ടോ. പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും ശരത്തിനും. അത് കണ്ട് നിൽക്കാൻ തന്നെ, അവൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്, ഫസ്റ്റ് അവൻ വരയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ അവൻ്റെ കൈ പിടിച്ച് എഴുതിക്കുക. ഇതാണ് സായിക്കുട്ടൻ്റെ വർക്ക്. ഫ്യൂച്ചർ ഓഫ് അവർ എർത്ത് ഈസ് ഇൻ അവർ ഹാൻഡ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് കേട്ടോ, സേവ് എർത്ത്, Save earth. സേവ് വാട്ടർ, Save water. പ്ലാന്റ് ട്രീസ്, Plant trees. സ്റ്റോപ്പ് കട്ടിംഗ് ട്രീസ്, Stop cutting trees. ലെറ്റ്സ് സേവ് Let's save our earth our earth for for a better better future. future. Happy Happy World World Environment Environment Day. Day.